ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി കുതിർത്തി വെച്ചാൽ മതി. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ചോറൊന്നും ചേർക്കുന്നില്ല, പച്ചരി മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാ നീർദോശ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പച്ചരി മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും തരിയില്ലാതെ അരച്ചാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഞാൻ ഏകദേശം പറയുന്നുണ്ട്, നിങ്ങൾ അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൊത്തം നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം 2.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. കുറച്ച് ലൂസായിട്ട് നമുക്ക് വേണ്ടത്, പാലും വെള്ളമൊക്കെ പോലെ. അങ്ങനെയാണ് നമ്മൾ നീർദോശൻ്റെ മാവ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചില പച്ചരിക്കൊക്കെ ഇച്ചിരി വെള്ളത്തിൻ്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം, എന്നാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ചെറിയ ക്യാരറ്റ് ഒരു 1.5 എടുത്തിട്ടുണ്ട്. കുഞ്ഞു ക്യാരറ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ദോശമാവിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കുട്ടീസൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ദോശ തവ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 തവി മാവാണ് ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരുടെയും ആയിക്കോളും. ഒരുപാട് കട്ടിയിലല്ല നമുക്കിത് വേണ്ടത്, നല്ല തിന്നായിട്ടുള്ള ദോശയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ആയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് സൈഡൊക്കെ വിട്ട് വരുന്ന പരുവം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണുള്ളൂ. കാരണം നമ്മളിതിലേക്ക് കുറച്ച് തിന്നായിട്ടില്ല, അധികം ചോറൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ദോശയാണ്. അപ്പോൾ ഒന്ന് സൈഡ് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടാൽ നമ്മൾ ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കിതെടുത്തിട്ട് മാറ്റാം. അപ്പോൾ അതേ 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തവ നന്നായിട്ട് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചോറൊന്നും ചേർത്തില്ലെങ്കിലും വെജിറ്റബിൾസൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അടുത്ത ദോശയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡൊന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്തിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേ അടുത്ത നമ്മുടെ വെജ് നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ചട്നി എന്തെങ്കിലും മതി കഴിക്കാനായിട്ട്. ഇനി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടീസിനൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണെന്നുള്ളത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.